10 വർഷം മുന്നേ റാപ്പ് അണ്ടർഗ്രൗണ്ട് ആയിരുന്നു കേരളത്തിൽ. അന്ന് നമുക്കൊരു പാട്ട് പാടാനോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനോ ഒക്കെ ഇത് വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിരുന്ന ആർട്ടിസ്റ്റുകൾ. അന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന, ആഗ്രഹിച്ചിരുന്ന പലതും ഇപ്പോൾ ഇന്ന് സെറ്റായിട്ടുണ്ടാവും. ആസ് എ റാപ്പർ, കേരളത്തിലെ റാപ്പേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇപ്പോൾ? സത്യം പറഞ്ഞാൽ സ്വപ്നം കണ്ടോന്ന് ചോദിച്ചാൽ സ്വപ്നം കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. വെറും ഔട്ട് ഓഫ് പാഷൻ ചെയ്തുകൊണ്ടിരുന്ന നമുക്കൊരു ആഗ്രഹം, ഇങ്ങനൊരു പാട്ട് ചെയ്യാൻ ഒരു ആഗ്രഹം, ഇങ്ങനൊരു മലയാള റാപ്പ് സീൻ വരുന്നോ, ഇതൊരു കരിയർ ആകുമോ, ഇങ്ങനെയുള്ള ചിന്ത നമുക്കുണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേഡിയോസിലൊക്കെ മലയാളം റാപ്പ് സോങ്സ് എൻ്റെ ആണെങ്കിലും ഫെജോയുടെ ആണെങ്കിലും ഈ റേഡിയോസിലൊക്കെ ഇങ്ങനെ എല്ലാവരും കാറിലൊക്കെ കേട്ടോണ്ട് പോകണു, ഇങ്ങനെ ഒരു കാലം വരും എന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം കുറച്ചായിട്ട് എല്ലായിടത്തും കാണുന്നുണ്ട്. റേഡിയോസിൽ മാത്രമല്ല, ഷോപ്സിലാണെങ്കിലും മോൾസിൽ ചെന്നാലും നമ്മുടെ പാട്ട് പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, പണ്ട് ഇതുപോലെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അതൊരു സംഭവം അല്ലേ, റേഡിയോയിൽ നമ്മൾ പാട്ട് വരുന്നു. തീർച്ചയായും റേഡിയോയിൽ കേൾക്കുന്നു, ടി വിയിൽ കാണാൻ പറ്റുന്നു. ആൾക്കാർ ഇപ്പോൾ ഈ റീൽസൊക്കെ നമ്മുടെ പാട്ടിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം നൽകിയ കാര്യമാണ്. ഞാനും തുടങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ പ്രസൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതിലും വലിയ ലെവൽസിലൊക്കെ നമുക്ക് പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു അതുകൊണ്ട്. അപ്പോൾ ഈ റേഡിയോയിൽ എപ്പോഴും പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഓക്കെ ആണോ എന്നുള്ളൊരു ഡൗട്ട് അടിക്കുമെങ്കിലും ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യണ കാണുമ്പോൾ അപ്പോൾ കൊള്ളാമായിരിക്കും എന്നുള്ള. ആദ്യം നിങ്ങളുടെ റേഡിയോയിൽ കേട്ട പാട്ട് ഏതാ? റേഡിയോയിൽ എനിക്ക് വന്നത് ഫെജോയുടെ ട്രാക്ക് തന്നെയാണ്. അപരാധ പങ്കാണ് ഞാൻ ആദ്യമായിട്ട് റേഡിയോയിൽ കേട്ടത്. രണ്ടുപേരും പറയണോ? വാ സഞ്ചരിച്ചിടാം എന്റെ വഴിയിലൂടെ, ചുറ്റിക്കറങ്ങിടാം ഈ നാടിനിടയിലൂടെ, കറുത്ത കല്ലുവെല്ലും കരുത്തെന്നുമുണ്ട് കൂടെ, മനസ്സിൽ പല വിചാരം അങ്ങനെ ഉരുണ്ടുകൂടെ. അങ്ങനെ ആ പാട്ട്. അടിപൊളി അടിപൊളി, സൂപ്പർ. അന്ന് ലേബിൾസ് ഒന്നും ഇത്രയില്ല, സ്പോട്ടിഫൈ ഇത്ര സീനിലില്ല. ആ സീനൊക്കെ എങ്ങനെയാ മാറിയത്? അന്ന് ഈ പറഞ്ഞ പോലെ സ്ട്രീമിംഗ് സൈറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് യൂട്യൂബ് മാത്രമാണ് ആകെ ഒരു ആശ്രയം. അപ്പോൾ ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കമൻസ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഇത്ര സപ്പോർട്ട് ഇല്ല. കൂടുതലും ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ നെഗറ്റീവ് കമൻസ് അന്നും ഉണ്ടായി. അപ്പോൾ കാരണം നമ്മളൊരു പുതിയ കൾച്ചർ അല്ലെങ്കിൽ ഒരു പുതിയ കല ആളുകൾക്ക് പരിചയപ്പെടുന്നതാണല്ലോ. അപ്പോൾ കൂടുതൽ ഇത് കാണുന്ന ഓഡിയൻസ് വിചാരിക്കുന്നത് ഓക്കെ ഇത് മലയാള സംഗീതത്തെ നശിപ്പിച്ച് കളയുന്നൊരു സംഭവമാണ്, നമ്മുടെ ശുദ്ധ സംഗീതത്തിൽ നിന്ന് എതിരാണ് ഇത് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ചീത്ത പറയുന്നത്. പക്ഷെ അവരോട് ഞാൻ അന്നും റിപ്ലൈ കൊടുത്തത് ഇത് നമ്മളുടെ സംഗീതം നശിപ്പിക്കുന്നൊന്നല്ല, നമ്മുടെ മലയാളത്തിന് ഇങ്ങനൊരു വഴിയിലൂടെയും സഞ്ചരിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് പതിയെ പതിയെ അവർ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കാരണം നെഗറ്റീവ് പറഞ്ഞവർ പിന്നെ അഭിനന്ദിച്ച് വന്നിട്ടുണ്ട്. കൂപ്പറിന് അതിനൊരു ടേം ഉണ്ട്, ശുദ്ധ സംഗീതം മാത്രം അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നവരോട് എന്താ പറയുക? ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ലൈവ് ഷോ ചെയ്യുന്ന തിരുവനന്തപുരത്ത് ഓളം എന്നുള്ള ഫെസ്റ്റിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞാനും തിരുമലയൊക്കെ ഇറങ്ങിയൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു പഴയൊരു സീനിയർ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായി പുള്ളി പറയുന്നത് പുതിയ ഉടായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ എന്നാണ്. അപ്പോൾ ആ ഒരു അത് തമാശയ്ക്ക് പറഞ്ഞായിരിക്കാം, പക്ഷേ എന്നാലും ആ ഒരു ലൈൻ ഓഫ് തിങ്കിങ് ആയിരുന്നു മൊത്തത്തിൽ. ഇവന്മാര് പുതിയതായിട്ട് ഏതോ ഒരു പരിപാടി കൊണ്ടിറങ്ങി അതിനകത്ത് വലിയ പ്രാവീണ്യമുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്തൊരു ഷോ ഇറക്കിയിട്ട് നടക്കുകയാണെന്നുള്ളത് പോലെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഓവർ ദ കോഴ്സ് ഓഫ് ടൈം നമുക്ക് അതേപോലത്തെ ആൾക്കാരെയും നമ്മളുടെ സൈഡിലേക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ പാഷനും പിന്നെ അതിനകത്ത് ബെറ്റർ ആവാനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു അതിനുവേണ്ടി കാണിച്ചിട്ടുള്ള ഒരു ഡ്രൈവ് പേ ഓഫ് ചെയ്തു. അത് പേ ഓഫ് ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഓഡിയൻസ് മലയാളത്തിലുണ്ടായിരുന്നു. പിന്നെ യങ്ങർ ജനറേഷൻ ആണെങ്കിലും ഇപ്പം ഷോസിനൊക്കെ ആണെങ്കിൽ വരാനും ഒക്കെ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരിക്കലും കഴിഞ്ഞ ഞങ്ങളുടെ കൊച്ചിയിലുണ്ടായിരുന്ന പരിപാടിക്ക് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പം 5000-ഓളം ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അതിനും അതെ 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 അതിനും മാത്രം ആൾക്കാരുണ്ട്, വരികയും ചെയ്യും. അപ്പം അത്ര അക്സെപ്റ്റൻസിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണാൻ ധൈര്യമില്ലായിരുന്നുണ്ട്. എനിക്ക് അതിലേക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോഴത്തെ യൂത്ത് നല്ല രീതിയിൽ ഇത് എംബ്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തയ്യാറായി കൈകൾ വിരിച്ച് നിൽക്കുന്ന ഒരു, അത് മാത്രമല്ല നമ്മൾ ആദ്യം ഷോ ചെയ്യുമ്പോൾ ഫ്രീ പാസ് ഉണ്ടോ എന്ന് ചോദിച്ച സ്ഥാനത്ത് നിന്ന് എത്ര ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് ഇന്നത്തെ യുവത്വം. അപ്പോൾ അത് ഞങ്ങളെപ്പോലത്തെ പെർഫോം കൂടി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഫിനാൻഷ്യലി.